ജീവിതത്തെക്കുറിച്ച് പ്രശസ്തമായ ഒരു വാചകമുണ്ട്. അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ജീവിതം എന്നത് സുന്ദരമായ ഒരുപാട് നിമിഷങ്ങളുടെ ഒത്തുചേരലാണ്. അത് ആസ്വദിക്കാൻ കഴിയുന്നവർക്ക് മാത്രം. എത്രയോ അർത്ഥവത്തായ വാചകമല്ലേ? ചിലർ രാപ്പകലുകൾ അധ്വാനിച്ച് അവരുടെ സ്വപ്നം നേടിയെടുക്കുന്നു. എന്നാൽ ചിലർ രാപ്പകലുകൾ അലസമായി നടന്ന് തങ്ങളുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യവും ഇല്ലാതെ എങ്കിൽ ഒന്ന് ഓർമ്മ വെച്ചോളൂ, നിങ്ങൾ തീർച്ചയായും ആലസ്യത്തിലാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് ലക്ഷ്യം കണ്ടെത്തുന്നുവോ അന്ന് മാത്രമേ നിങ്ങളിൽ നിന്നും ആലസ്യം നീങ്ങത്തുള്ളൂ. ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത് എന്തുകൊണ്ടാണ് ജനങ്ങൾ ആലസ്യത്തിലേക്ക് പോകുന്നത്, അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച്. മടി പിടിച്ചിരിക്കുന്ന എല്ലാവർക്കും അറിയാം ആ മടി അവരുടെ ജീവിതത്തെ നശിപ്പിക്കുമെന്ന്. ഇത് നന്നായി അറിയാമായിട്ടും അതിനുള്ളിൽ അവർ കുടുങ്ങിക്കിടക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ലക്ഷ്യമില്ലാത്ത ഒരു മനുഷ്യജീവിതം എന്നത് ഒരു മൃഗം അതിൻ്റെ ജീവിതം ജീവിച്ച് തീർക്കുന്നതിന് സമാനമാണെന്ന്. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും നിങ്ങൾ ആലസ്യരായി ഇരിക്കില്ല. ഇപ്പോൾ എല്ലാവരും വിചാരിച്ചു കാണും, നമ്മൾ എന്തുകൊണ്ടാണ് മടിയന്മാരാകുന്നത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ: നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ ഒരു ലക്ഷ്യവും ഇല്ല എന്നു തന്നെ. ലക്ഷ്യം കണ്ടെത്തുന്നുവോ അന്ന് മടിയും മാറും. മടിയുടെ രണ്ടാമത്തെ കാരണം അധ്വാനിക്കാതെ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ വസ്തുക്കളും എത്തിച്ചേരുന്നതാണ്. തീർച്ചയായും അത് നിങ്ങളെ അലസരാക്കും. അങ്ങനെയായാൽ നിങ്ങളുടെ തലച്ചോറ് അധ്വാനിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെയാകും. ഇതിലൂടെ നിങ്ങൾ കൂടുതൽ മടിയന്മാരായിത്തീരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തു കാര്യവും നേടിയെടുക്കാൻ നിങ്ങൾ തയ്യാറാവും. എന്നാൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇത് നേരെ തിരിച്ചാണെങ്കിലോ? നിങ്ങളെ ആലസ്യത്തിലേക്കു തള്ളിവിടും. എല്ലാവർക്കും അറിയാം മടി പിടിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന്. എങ്കിലും അതുതന്നെ ചെയ്യുന്നു. ഒരാളുടെ മനസ്സ് വിശ്രമത്തിൽ ആനന്ദം കണ്ടെത്തിയാൽ ചുറ്റുമുള്ളത് കാണാനോ കേൾക്കാനോ അയാൾക്ക് കഴിയുന്നില്ല. ഓരോ വ്യക്തിയും മുന്നോട്ടു പോകുവാനായി ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ലക്ഷ്യമില്ലെങ്കിൽ മടി പിടിച്ചിരുന്നു പോകും. മടിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നേരം പുലരുമ്പോഴേ ഉണരാൻ ശ്രമിക്കുക. നിങ്ങൾ ഉണർന്ന് മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ട് ഇരിക്കരുത്. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ഉടനെ നിങ്ങളുടെ കിടക്കയെ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ നിങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങുന്ന മടിയുടെ ആദ്യ അവസ്ഥയെ നിങ്ങൾക്ക് പരാജയപ്പെടുത്താം. നിങ്ങൾ എത്ര തിരക്കിലാണെങ്കിലും വ്യായാമം ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ എനർജി എപ്പോഴും കാണും. നിങ്ങൾക്ക് ഒരു ജോലി ചെയ്തു തീർക്കാൻ 1 മിനിറ്റ് സമയം മതിയെങ്കിൽ അത് ചെയ്തു തീർക്കുക. അല്ലാത്ത പക്ഷം നിങ്ങളുടെ മുമ്പിൽ ചെയ്തു തീർക്കാനുള്ള ജോലികളുടെ ഒരു കൊടുമുടി തന്നെ ഉയർന്നേക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ ജോലികൾ ചെയ്തു തീർക്കാൻ ആഗ്രഹമുണ്ടാവില്ല. ഇതിലൂടെ മടി എന്ന ആധിപത്യം സ്ഥാപിച്ചെടുക്കും. അതിനാൽ തന്നെ ചെയ്തു തീർക്കാനുള്ള ജോലി അന്നേരം തന്നെ ചെയ്തു തീർക്കുക. ഉണരാനും ഉറങ്ങാനും കൃത്യമായ ഒരു സമയം കണ്ടെത്തുക. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മടി പമ്പ കടക്കും.